ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. ഞാലിപ്പൂവൻ പഴം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ടേസ്റ്റി ജ്യൂസ് റെഡിയാക്കുന്നത്. ക്ഷീണത്തിനും ദാഹത്തിനും ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 6 പഴം വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതൊരു ചെറുപഴം ഉപയോഗിച്ചോ അല്ലെങ്കിൽ റോബസ്റ്റ പഴം ഉണ്ടല്ലോ അത് ഉപയോഗിച്ചോ ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നേന്ത്രപ്പഴം ഉപയോഗിക്കരുത്, അതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബൂസ്റ്റിന് പകരം നിങ്ങൾക്ക് ഹോർലിക്സും ചേർക്കാവുന്നതാണ്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചെറുപഴം ജ്യൂസ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചെറുപഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കുടിച്ചോളും. ഇനി ഞാനിതിലോട്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ അധികം ലൂസ് അല്ലാത്ത എന്നാൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു പാകത്തിലാണ് ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള ജ്യൂസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് പാലൊക്കെ ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതാ 2 ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കസ്കസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് തണുപ്പുള്ള ജ്യൂസ് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർക്കേണ്ട ആവശ്യമില്ല. ഐസ് ക്യൂബ് ചേർത്തില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചെറുപഴം ജ്യൂസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്, കണ്ടോ. കസ്കസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇനി ഒട്ടും താമസിക്കേണ്ട, ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് പെട്ടെന്ന് തന്നെ കുടിക്കാവുന്നതാണ്. ഒരു തവണ നിങ്ങൾ ഈ ജ്യൂസിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത്രയും ടേസ്റ്റിയാണിത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് തേങ്ങാപ്പാൽ ഉപയോഗിച്ചും റെഡിയാക്കി എടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള 1-ാം പാൽ ഉപയോഗിച്ച് തന്നെ തയ്യാറാക്കി എടുക്കണേ. ഈ ഒരു ഹെൽത്തി ജ്യൂസ് ഒരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി നമുക്കുണ്ടാവുന്ന ക്ഷീണവും ദാഹവും ഒക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചെറുപഴം ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.